ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CA ഫൗണ്ടേഷനിലെ ബിസിനസ് മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്കൻഡ് യൂണിറ്റ് ആയ പ്രപ്പോഷൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എക്സസൈസ് 1B ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സസൈസ് 1Bയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫോർത്ത് പ്രപ്പോർഷണൽ ടു 4, 6, 8 ഈസ്. ഫോർത്ത് പ്രപ്പോർഷണൽ ഓഫ് 4, 6, 8 ഈസ്. ഫോർത്ത് പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ABCD are in proportion എന്ന് പറഞ്ഞാൽ ABCD are in proportion എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്നതല്ലായിരുന്നു നമ്മുടെ ഫോർത്ത് പ്രപ്പോർഷണൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ഫോർത്ത് പ്രപ്പോർഷണൽ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കതിനെ D എന്ന് വിളിക്കാം. ആ D എന്താണ് കണ്ടുപിടിക്കുന്നത്? ABCD are in proportion ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? AD is equal to BC എന്ന് എഴുതാറുണ്ടല്ലോ. പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈസ് ഇക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മീൻ എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ AD is equal to BC ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 4D equal to 6 into 8, 48 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ D is equal to എന്ത് വരും? 48 divided by 4. അത് എത്രയാണ്? 12 ആയിരിക്കും. അപ്പം എന്താണ് ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞത്? 12 എന്ന് കിട്ടി. അതെന്ന് പറഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 12 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The third proportional to 12, 18 is. The third proportional of 12, 18 is. Third proportional വരുന്ന എപ്പോഴാണ്? കണ്ടിന്യൂസ് പ്രപ്പോർഷണൽ ആകുമ്പോഴാണ്. If ABC are in continuous proportional, then third proportional എന്ന് പറഞ്ഞാൽ എന്താണ്? Z ആയിരിക്കും third proportional എന്ന് പറയുന്നത്. നമുക്ക് തേർഡ് പ്രപ്പോർഷണലിനെ C എന്ന് വിളിക്കാം. ഇനി കണ്ടിന്യൂസ് പ്രപ്പോർഷണലിന്റെ പ്രത്യേകത എന്താണ്? B is equal to root of AC ആണല്ലോ, അല്ലെങ്കിൽ B square is equal to AC എന്ന് പഠിച്ചു. A എന്താണ്? 12 ആണ്. B എന്താണ്? 18 ആണ്. ഇപ്പം എന്ത് വരും? 18 square is equal to AC. A എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ആണ്. അപ്പോൾ 12 into C. 18 square എത്രയാണ്? 324 is equal to 12C. അപ്പോൾ C എത്രയായിരിക്കും? 324 divided by 12 ആയിരിക്കും. 24 divided by 12 എത്രയാണ്? 27 ആണ്. 27 അത് എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദ മീൻ പ്രപ്പോർഷണൽ ബിറ്റ്വീൻ 25, 81 ഈസ്. ദ മീൻ പ്രപ്പോർഷണൽ ബിറ്റ്വീൻ 25, 81 ഈസ്. മീൻ പ്രപ്പോർഷണൽ വരുന്നത് എപ്പോഴാണ്? കണ്ടിന്യൂസ് പ്രപ്പോർഷണൽ വരുമ്പോഴാണ്. എന്താണ്? If A, B, C are in continuous proportional, B is the mean proportional. Aയും Bയും Cയും continuous proportional ആണെങ്കിൽ B ആണ് mean proportion എന്ന് പറയുന്നത്. mean proportional കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? B square is equal to AC അല്ലെങ്കിൽ B is equal to root of AC എന്നാണ് പഠിച്ചത്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? എയും സിയും ആണ് തന്നിരിക്കുന്നത്. മീൻ പ്രപ്പോർഷണൽ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്? മീൻ പ്രപ്പോർഷണൽ ആയ B is equal to root of AC. A എന്താണ്? 25 ആണ്. Z എന്താണ്? 81 ആണ്. 25 into 81. 25 into 81 2025 ആണ്. 2025 സ്ക്വയർ റൂട്ട് എത്രയാണ്? 45. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ മീൻ പ്രപ്പോർഷണൽ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. മീൻ പ്രപ്പോർഷണൽ എപ്പോഴാണ് വരുന്നത്? കണ്ടിന്യൂസ് പ്രപ്പോർഷണൽ വരുന്നതാണ്. കണ്ടിന്യൂസ് പ്രപ്പോർഷനിൽ മീൻ പ്രപ്പോർഷണലായ B കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ B is equal to root of AC. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് root of 25 into 81, 25 into 81 2025. root of 2025 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 ആണ്. നമ്മുടെ ആൻസർ 45 ആണ്. അത് ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ സി ആണ്. At the fourth question, the number which has same ratio to 26 that 6 has to 13 is. Same ratio to 26 that 6 has to 13 is. എന്താണ്? ഏതോ ഒരു നമ്പറെ to 26 എന്ന് പറയുന്ന റേഷ്യോ 6:13 ഈക്വൽ ആണ് എന്നാണ്. The number which has same ratio to 26. നമ്പറിനെ നമ്മൾ എന്ത് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. എന്താണ്? എക്സ് ഹാസ് റേഷ്യോ ടു 26. അപ്പോൾ എക്സ് ടു 26. അപ്പോൾ എന്താണ്? x/26 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്?
6 has to 13. അപ്പോൾ 6 to 13 ആയിരിക്കും. അപ്പോൾ 6/13. അപ്പോൾ x/26 equal to 6/13. ഇത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്, നമുക്ക് ഇവിടെ എക്സിനെ ഒറ്റയ്ക്കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 26നെ റൈറ്റിലേക്ക് കൊണ്ടുപോകണം. 26 ഇവിടെ എന്ത് ചെയ്ത് അടുക്കാണ്? ഡിവൈഡ് ചെയ്ത് അടുക്കുക. അപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. x equal to 6/13 into 26 എന്ന് വരും. 13 into 2 26 ആണ്. അപ്പോൾ 6 into 2 12. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, the fourth proportional to 2a square c is 2a square c. ഇതിന്റെ ഫോർത്ത് പ്രൊപ്പോർഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ? എന്താണ് എ ബി സി ഡി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഡി ആണ് അതിന്റെ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഫോർത്ത് പ്രൊപ്പോർഷനെ നമുക്ക് ഡി എന്ന് വിളിക്കാം. പ്രോഡക്റ്റ് ഓഫ് ടു എക്സ്ട്രീംസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻ. അതായത് എന്താണ്? എ ഡി ഈസ് ഈക്വൽ ടു ബി സി ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 2a into d is equal to a square into c. അങ്ങനെയാണെങ്കിൽ ഡി എന്ത് വരും? ടി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 2a. എ സ്ക്വയറും എയും ക്യാൻസലായി. അപ്പം എന്ത് വരും? ഡി ഈസ് ഈക്വൽ ടു എ സി ബൈ 2. അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷനിൽ എത്രയാണ്? എ സി ബൈ 2 എന്നാണ്. ഈ പ്രൊപ്പോർഷനിലായ ഡി എ സി ബൈ 2 എന്ന് കിട്ടി. അത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ 4 numbers 1/2, 1/3, 1/5, 1/x are proportional, then x is 1/2, 1/3, 1/5, 1/x എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻ. ഇപ്പം എന്ത് വരും? 1/3 into 1/5. 1/2 into 1/x എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2x is equal to 1/3 into 1/5 എന്ന് പറയുമ്പോൾ 1 into 1 1, 3 into 5 15. അപ്പം എന്താണ്? ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 2x equal to 15 എന്ന് വരും. അപ്പം x equal to എന്താണ്? 15 divided by 2. അപ്പം എക്സിൻ്റെ വാല്യൂ 15/2. അത് എത്രയാണ്? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ 12x² ആൻഡ് 27y² ഈസ്. മീൻ പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? b² ഈസ് ഈക്വൽ ടു ac ഓർ b ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ac. അപ്പം എന്ത് വരും? b² ഈസ് ഈക്വൽ ടു 12x² ഇൻറ്റു 27y² is equal to 12 into 27 324 x² y². ഇതെന്താണ്? b² ആണ്. അങ്ങനെയാണ് b എത്രയായിരിക്കും? റൂട്ട് ഓഫ് 324 x² y². റൂട്ട് ഓഫ് 324 എന്താണ്? 18. x²ന്റെ റൂട്ട് x, y²ന്റെ റൂട്ട് y. അപ്പോൾ 18xy ആയിരിക്കും മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. സെവൻത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. എയ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് a is equal to b/2 equal to c/5 then a is to b is to c is. ഇതിന് എന്താ ചെയ്യണ്ടേ? 3 റേഷ്യോസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 എണ്ണം വീതം എടുക്കുക. അപ്പം എന്താണ്? a is equal to b/2 എന്നും b/2 equal to c/5 എന്നും എടുക്കുക. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് a/b എന്ന് എഴുതാമല്ലോ. അപ്പം a/b is equal to 1/2. ഈ ഇക്വേഷനിൽ നമുക്ക് b/c എഴുതാമല്ലോ. അപ്പം എന്ത് വരും? b/c is equal to 2 ഇങ്ങോട്ട് പോരും. അപ്പം എന്ത് വരും? 2/5. അപ്പം എന്ത് കിട്ടി? a/b എന്ന് പറയുന്നത് 1/2 എന്ന് വെച്ചാൽ എന്താണ്? a is to b എന്ന് പറയുന്നത് 1 is to 2 എന്നും b/c 2/5. അപ്പം എന്താണ്? b is to c എന്ന് പറയുന്നത് 2 is to 5 എന്നും കിട്ടി. അപ്പം ഇതെന്താണ്? കണ്ടിന്യൂസ് അല്ലേ? 1 a is to b is to c കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻ ആണ്. അപ്പം എന്താണ്? b ഈക്വൽ ആണ്. അപ്പം എന്താ? 1 is to 2 is to 5 ആയിരിക്കും എന്ത്? a is to b is to c എന്ന് പറയുന്നത്.
എത്രയാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി. The question എന്താണ്? If a by 3 is equal to b by 4 equal to c by 7, then a plus b plus c divided by c is എന്താണ്? a plus b plus c. ന്യൂമറേറ്ററിൽ a plus b plus c വന്നു. അപ്പോൾ ഏത് പ്രോപ്പർട്ടി? അഡൻഡോ ആണ് പ്രോപ്പർട്ടി. അപ്പോൾ എന്ത് വരും? a by 3 is equal to b by 4 is equal to c by 7 is equal to എന്താണ്? അഡൻഡോ വരുമ്പോൾ എന്ത് വരും? ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ്? a plus b plus c ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ്? 3 plus 4 plus 7. അതെന്ന് പറഞ്ഞാൽ എന്താണ്? a plus b plus c ഡിവൈഡഡ് ബൈ 3 plus 4 7 7 plus 4 14. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? a plus b plus c ഡിവൈഡഡ് ബൈ c ആണ് വേണ്ടത്. അപ്പോൾ എന്താണ്? നമുക്ക് ഇവിടുന്ന് c by 7 is equal to a plus b plus c by 14 എടുക്കാം. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 14 ഡിവൈഡഡ് ബൈ 7 is equal to a plus b plus c ഡിവൈഡഡ് ബൈ c. 14 ഡിവൈഡ് ബൈ 7 എത്രയാണ്? 2. അപ്പോൾ a plus b plus c ഡിവൈഡഡ് ബൈ c എന്ന് പറയുന്നത് 2 ആണ്. അതെന്ന് പറഞ്ഞ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 10th question എന്താണ്? If p by q is equal to r by s is equal to 2.5 divided by 1.5, then find the value of ps is to qr ആണ് ക്വസ്റ്റ്യൻ. ഇത് വരുമ്പോൾ എന്താണ് വരുന്നത്? രണ്ടെണ്ണം എടുക്കുക. അപ്പോൾ എന്താണ്? p by q is equal to r by s. ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? ps is equal to rq എന്ന് വരും. ps is equal to rq എന്നോ qr എന്നോ എഴുതാം. നമുക്ക് ക്വസ്റ്റ്യനിൽ qr ആണ്, അതുകൊണ്ട് qr എന്ന് എഴുതാം. ps by qr ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ps by qr is equal to 1. അപ്പോൾ എന്താണ്? 1 by 1. അപ്പോൾ ps is to qr എന്ന് പറയുന്നത് എന്ത് വരും? 1:1. ഇങ്ങനെ റേഷ്യോസ് ഈക്വൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ടെണ്ണം വീതം ഇക്വേറ്റ് ചെയ്താൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ p by q equal to r by s എടുത്തു. അത് ക്രോസ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ps is equal to qr എന്ന് വന്നു. അപ്പോൾ അതിൽ നിന്ന് ps is to qr എന്ന് കിട്ടി. അത് എത്രയാണ്? 1:1. അപ്പോൾ ps is to qr എന്ന് പറയുന്നത് എത്രയാണ്? 1:1. 1:1. അത് ഓപ്ഷൻ എത്രയാണ് കിട്ടിയത്? അത് ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. 10th question ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? If x is to y is equal to z is to w is equal to 2.5 is to 1.5, then value of x plus z by y plus w ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? x plus z by y plus w. അപ്പോൾ x is to y യും z is to w ഇത് രണ്ടും എടുത്താൽ മതി. ഇതിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? അഡൻഡോ ആണ്. അഡൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് ആഡ് ചെയ്യുക. എന്താണ്? x is to y നമുക്ക് x by y എന്നും z is to w z by w എന്നും 2.5 is to 1.5 2.5 divided by 1.5 എന്ന് എഴുതാം. അഡൻഡോ പ്രോപ്പർട്ടി രണ്ടെണ്ണത്തിന് എടുത്താലും x plus z divided by y plus w എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ എന്തിനോടാ? 2.5 by 1.5 ഈക്വൽ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2.5 by 1.5. 2.5 നമുക്ക് എങ്ങനെ എഴുതാം? 25 by 10. 1.5 എങ്ങനെ എഴുതാം? 15 by 10. 10ഉം 10ഉം ക്യാൻസൽ ആവും. മിച്ചം എന്താണ്? 25 by 15 എന്ന് വരും. 25 by 15 നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്രയാണ്? 5 by 3 എന്ന് വരും. അപ്പോൾ x plus z ഡിവൈഡഡ് ബൈ y plus w എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 5 by 3 ഓട് ഈക്വൽ ആണ്. നമ്മുടെ ആൻസർ 5 by 3 ആണ്. അത് എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 5 by 3. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. If 5x minus 3y divided by 5y minus 3x is equal to 3 by 4, then find the value of x is to y ആണ് question. Find the value of x is to y. എന്ത് ചെയ്യണം? ഇതിനെ ക്രോസ് ചെയ്താൽ പോലെ ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 4 into 5x minus 3y is equal to 3 into 5y minus 3x. എന്ത് വരും? 4 into 5 20x. 4 into 3 12. അപ്പോൾ 4 into minus 3y ആകുമ്പോൾ minus 12y is equal to 3 into 5y 15y 3 into minus 3x minus 9x. ഈ ബ്ലാക്ക് ടേംസ് ഒന്നിച്ച് എക്സിൻ്റെ ടേംസിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? 20x plus 9x ആയിരുന്നു. അപ്പോൾ ഈക്വൽ ടു ലെഫ്റ്റിലേക്ക് വരുമ്പോൾ plus 9x ആകും.
is equal to 15y minus 12y ആയിരുന്നു, റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് 12y. എത്ര വരും? 20 plus 9 29. x is equal to 15y plus 12y 27y. അപ്പം എക്സ് ബൈ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സ് വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം എന്താണ്? എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു 27/29. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ എക്സ് ഇസ് ടു വൈ എന്ന് പറയുന്നത് എന്താണ്? 27:29. If a is to b equal to 3:2 and b is to c equal to 3:5, then value of a is to b is to c ആണ് ക്വസ്റ്റ്യൻ. എന്താണ്? a is to b is equal to 3:2, b is to c is equal to 3:5. ഇത് കണ്ടിന്യൂസ് ആണോ? അല്ല. കാരണം എന്താണ്? ബിയുടെ പൊസിഷനിൽ ഇവിടെ 2ഉം ഇവിടെ 3ഉം ആണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കണ്ടിന്യൂസ് പ്രപ്പോർഷൻ ആക്കണം. കണ്ടിന്യൂസ് പ്രപ്പോർഷൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അപ്പം എന്താണ്? ഇവിടുത്തെ ബിയുടെ വാല്യൂ എന്താണ്? 3 ആണ്. ഇവിടുത്തെ എന്താണ്? 2 ആണ്. അപ്പം ചെയ്യേണ്ടത് ഇവിടുത്തെ ബിയുടെ വാല്യൂ ഉണ്ട്, ഇതിലെ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എന്ത് വരും? ഇവിടുത്തെ ബിയുടെ വാല്യൂ എത്രയാണ്? 3. അപ്പം എന്താണ്? 3 × 3 9 is to 2 × 3 6. 9:6. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇവിടുത്തെ ബിയുടെ വാല്യൂ കൊണ്ട് രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്താണ്? ഇവിടുത്തെ ബിയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പം 3 × 2 6 is to 2 × 5 10. അപ്പം എന്താണ്? 9:6 എന്നും 6:10 എന്നും കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ a is to b is to c എന്ന് പറഞ്ഞാൽ എന്താണ്? 9:6:10. a is to b is to c എന്ന് പറയുന്നത് 9:6:10. എന്താണ്? if x by 2 is equal to y by 3 equal to z by 7, then value of 2x minus 5y plus 4z by 2y is. എന്ത് ചെയ്യണം? ഇങ്ങനെ വരുമ്പോൾ എന്താണ്? രണ്ടെണ്ണം വീതം എടുക്കുക. അപ്പം എന്താണ്? x by 2 is equal to y by 3 എന്നും y by 3 is equal to z by 7 എന്നും എടുക്കുക. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? x by y കിട്ടില്ലേ? അപ്പം എന്താണ്? x by y is equal to 2 by 3. ഇവിടെ നിന്ന് എന്താണ്? y by z കിട്ടും. 3 by 7. y by ഇതിൽ നിന്ന് നമുക്ക് x equal to 2 എന്നും y is equal to 3 എന്ന് അസ്യൂം ചെയ്യാമല്ലോ. ഇവിടെ നിന്ന് എന്താണ്? z is equal to 7 എന്നും കിട്ടും. x equal to 2 എന്നും y equal to 3 എന്നും z equal to 7 എന്നും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പം എന്ത് വരും? 2 × 2x എന്നാണ്. അപ്പം 2 × 2 4 minus 5y 5 × 3 15 plus 4z. അപ്പം 4 × 7 28 divided by 2y 2 × 3 6. 4 plus 28 32. 32 minus 15 17 by 6 എന്ന് വരും. 15 by 6 എന്ന് പറയുന്നത് ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പം എന്താണ്? ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആയിരിക്കും 14th ക്വസ്റ്റ്യൻ്റെ ആൻസർ. 15th ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എക്സ് is to y equal to 2:3, y is to z is equal to 4:3, then x is to y is to z is. എന്താണ്? x is to y is to z ഉണ്ട്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആണോ? അല്ല. കാരണം എന്താണ്? ഇവിടെ വൈയുടെ പൊസിഷനിൽ 3ഉം ഇവിടെ വൈയുടെ പൊസിഷനിൽ 4ഉം ആണ്. നമുക്ക് കണ്ടിന്യൂസ് ആക്കണം. അപ്പം എന്ത് വരും? അപ്പം കണ്ടിന്യൂസ് ആക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ 4 ആണ്. അപ്പം 4 കൊണ്ട് ഈ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്താണ്? ഈ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്താണ്? 4 × 2 8. 3 × 4 എത്രയാണ്? 12. Then y is to z എന്ത് വരും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്താണ്? 3 × 4 12 is to 3 × 3 9. ഇത് കണ്ടിന്യൂസ് ആയില്ലേ? അങ്ങനെയാണെങ്കിൽ x is to y is to z എന്താണ്? 8 is to 12 is to 9. എന്താണ്? ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? Division of ₹750 into 3 parts in the ratio 4:5:6 is.
division of ₹750 into 3 parts in the ratio 4:5:6. എന്താണ് ടോട്ടൽ നമുക്ക് ₹750 ഉണ്ട്. അത് 3 parts ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 3 parts റേഷ്യോ എന്താണ് 4:5:6 ആണ്. ആ 3 നമ്പേഴ്സ് എത്രയായിരിക്കും? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻസ് വെച്ച് നോക്കിയാൽ എന്ത് മതി? ഏതിൻ്റെ സമ്മാണ് 750യോട് ഈക്വൽ, പിന്നെ ഏതിൻ്റെ റേഷ്യോസ് ആണ് 4:5:6 ഈക്വൽ എന്ന് നോക്കുക. എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ? എന്താണ് 200, 250, 300. 200, 250, 300 ആണ് ഫസ്റ്റ് ഓപ്ഷൻ. എന്താണ് ഇതിൻ്റെ സം എത്രയാണെന്ന് നോക്കുക. ഇതിൻ്റെ സം എത്രയാണ്? 200 plus 300 500, 500 plus 250 750. അപ്പോൾ സം ഓക്കെയാണ്. ഇനി എന്താണ് റേഷ്യോ നോക്കണം. 200:250:300 റേഷ്യോ നോക്കുക. അപ്പോൾ എന്ത് വരും? 10 ക്യാൻസൽ, 10 വെച്ച് ക്യാൻസൽ ചെയ്യാം. മിച്ചം എന്താണ്? 20:25:30. ഇനി എന്താണ് 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താണ് 4, 5, 6. അപ്പോൾ 4:5:6 എന്ന് വരും. അത് തന്നെയല്ലേ നമ്മുടെ റിക്വയർഡ് റേഷ്യോ. അപ്പോൾ അതും സാറ്റിസ്ഫൈ ആയി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഏതൊക്കെ ആയിരിക്കും നമ്പേഴ്സ്? 200, 250, 300 ആയിരിക്കും നമ്പേഴ്സ്. ഇനി നോർമൽ മെത്തേഡ് നോക്കിയാലോ. എത്ര പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 3 പാർട്സ്. റേഷ്യോ എത്രയാണ്? 4:5:6. നമ്പേഴ്സ് അസ്യൂം ചെയ്യാം. ഏതൊക്കെയാണ്? 4x എന്നും 5x എന്നും 6x എന്നും അസ്യൂം ചെയ്യാം. ഇതിന്റെ സം എത്രയാണ്? 750 ആണ്. 4x plus 5x plus 6x equal to 750 എന്ന് വരും. 4x plus 5x plus 6x. 4 plus 6 10, 10 plus 5 15x equal to 750. x equal to 750 divided by 15 എത്ര വരും? 50. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 50 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെ വരും? 4 into 50, 5 into 50 and 6 into 50. 4 into 50 200, 5 into 50 250, 6 into 50 300. നമ്പേഴ്സ് ഏതൊക്കെയാണ്? 200, 250, 300. ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? ഓപ്ഷൻ എ 200, 250, 300 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The sum of the ages of 3 persons is 150 years. 10 years ago their ages were in the ratio 7:8:9. Their present ages are. 3 പേരുടെ ഏജിന്റെ സം തന്നിട്ടുണ്ട്. എത്രയാണ്? 150 ആണ്. 10 years ago അവരുടെ ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 7:8:9 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രസന്റ് ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ട്രയൽ മെത്തേഡ് നോക്കാം. എന്താണ്? ഓപ്ഷൻസ് വെച്ച് നോക്കാം. ഓപ്ഷൻ എന്താണ്? 45, 50, 55 ആണ്. ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ 150 ആണ്. 45 plus 50 plus 155 എന്ന് പറയുന്നത് 150 അല്ലേ? അപ്പൊ സം 150 ആയി. അപ്പൊ അത് സെയിം ആണ്. ഇനി എന്താണ് നോക്കട്ടെ? 10 years ago റേഷ്യോ 7:8:9 ആണെന്ന് നോക്കാം. 10 years ago 45 എന്നുള്ളത് എത്രയാ? 45 minus 10 35 is to 50 minus 10 40 is to 55 minus 10 45. ഇത് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ എത്ര വരും? 7 into 5 35. അപ്പോൾ 7 is to 8 into 5 40. അപ്പോൾ 8 is to 9 into 5 45. അപ്പോൾ 9. അപ്പോൾ 7 is to 8 is to 9. അതും സെയിം അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. നോർമൽ മെത്തേഡ് നോക്കാം. 10 years ago അവരുടെ ഏജ് എന്ന് പറഞ്ഞാൽ 7:8:9 റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അവരുടെ 10 years ago 10 വർഷം മുമ്പ് അവരുടെ ഏജ് എത്രയായിരിക്കും? 7x ഉം 8x ഉം 9x ആയിരിക്കും. 10 വർഷം മുമ്പുള്ള അവരുടെ ഏജ് എത്രയായിരിക്കും? 7x, 8x, 9x ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രസന്റ് ഏജ് എത്രയായിരിക്കും? 7x plus 10, 8x plus 10, 9x plus 10 ആയിരിക്കും അവരുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത്. ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 ആണ്. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 150 കിട്ടും. അപ്പൊ എത്രയാണ്? 7x plus 10 plus 8x plus 10 plus 9x plus 10.
7x plus 8x 15x, 15x plus 9x 24x, 24x plus 10 plus 10 plus 10 30 is equal to 150. Then 24x is equal to 150 minus 30, 120. X equal to 120 divided by 24. 120 divided by 24. Then 10 by 12 വെച്ച് cancel ചെയ്താൽ എന്താണ് 12 by 2. 10 by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5. x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് എത്രയായിരിക്കും 7x plus 10 എന്നുള്ളത് എത്ര വരും 7 into x 7x plus 10. അപ്പോൾ 7 into 5 35, 35 plus 10 45. ഇനി എന്താണ് 8x plus 10. അപ്പോൾ എന്താണ് 8 into 5 40, 40 plus 10 50. അടുത്ത എന്താണ് 9x plus 10. 9 into 5 45, 45 plus 10 55. അപ്പം പെർസെൻറ്റേജസ് ഏതൊക്കെയായിരിക്കും 45, 50, 55. അത് തന്നെയല്ലേ നമ്മുടെ ഓപ്ഷൻ എ. അടുത്ത 18th ക്വസ്റ്റ്യൻ എന്താണ് ദ നമ്പേഴ്സ് 14, 16, 35, 42 ആർ നോട്ട് ഇൻ പ്രപ്പോർഷൻ. The fourth term for which they will be in proportion is 14, 16, 35. ഫോർത്ത് ടേം എന്തായിരിക്കും അത് പ്രപ്പോർഷണൽ ആകാൻ വേണ്ടി എന്തായിരിക്കും 42 വന്നാൽ അത് പ്രപ്പോർഷണൽ അല്ല. അപ്പോൾ ഫോർത്ത് ടേം എന്ത് വന്നാലായിരിക്കും അത് പ്രപ്പോർഷണൽ ആകുന്നത് നമുക്കതിനെ എക്സ് എന്ന് വിളിക്കാം. അപ്പം എന്താണ് പ്രപ്പോർഷണൽ ആണെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മീൻസ്. അപ്പം എന്താണ് എ ഡി ഈസ് ഈക്വൽ ടു ബി സി. എക്സ്ട്രീംസ് ഏതാണ് 14ഉം എക്സും. അപ്പോൾ 14 into x 14x is equal to means ഏതൊക്കെയാണ് 16ഉം 35. അപ്പോൾ 16 into 35 is equal to അപ്പോൾ എന്താണ് x is equal to 16 into 35 divided by 14. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും 7 into 2 14, 7 into 5 35. എന്താണ് 16 divided by 2 8. അപ്പോൾ 8 into 5 40. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി 40 എന്ന് കിട്ടി. അപ്പോൾ ഇത് പ്രപ്പോർഷണൽ ആണെങ്കിൽ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കണം. ഓപ്ഷൻ ബി 40 ആയിരിക്കും ആൻസർ. 19th question, if x by y is equal to z by w implies y by x equal to w by z, the process is called. The process is called. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് x by y എന്ന് പറയുന്നത് x by y is equal to z by w എന്നുള്ളത് y by x എന്ന് equal to w by z എന്നുമായി. ഇവിടെ എന്താ ചെയ്തത് എക്സിന്റെ സ്ഥാനത്ത് y ആയി വൈയുടെ സ്ഥാനത്ത് എക്സ് ആയി. അപ്പൊ എന്താണ് ഇവിടെ ഇൻവേർട്ടൻഡോ. അപ്പൊ ഇവിടുത്തെ പ്രോസസ് എന്താണ് ഇൻവേർട്ടൻഡോ. അപ്പൊ ഓപ്ഷൻ ഏതാണ് ഇൻവേർട്ടൻഡോ എന്നുള്ളത് നമ്മുടെ ഓപ്ഷൻ്റെ അകത്തില്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആയിരിക്കും. അടുത്ത എന്താണ് ഇഫ് പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് ഈസ് ഈക്വൽ ടു പി മൈനസ് ആർ ബൈ ക്യൂ മൈനസ് ആർ ദെൻ ദ പ്രോസസ് ഈസ് കോൾഡ്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് പി മൈനസ് ആർ ക്യൂ മൈനസ് എസ് എന്താണ് സബ്ട്രാക്ഷൻ ആണ്. ന്യൂമറേറ്റർ ആമി സബ്ട്രാക്ട് ചെയ്തു ഡിനോമിനേറ്റർ ആമി സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ എന്താണ് സബ്ട്രാക്ട് ഹെൻഡോ. അടുത്തത് എന്താണ് 21st ക്വസ്റ്റ്യൻ ഇഫ് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി implies a plus b by a minus b is equal to c plus d by c minus d. ഇവിടെ എന്താണ് കമ്പോണന്റോ ആൻഡ് ഡിവിഡൻഡോ ന്യൂമറേറ്ററിൽ ആഡ് ചെയ്ത് ഡിനോമിനേറ്ററിൽ സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ എന്താണ് കമ്പോണന്റോ ആൻഡ് ഡിവിഡൻഡോ. അപ്പൊ എന്താണ് ഓപ്ഷൻ ഏതാണ് 21st ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി. അടുത്ത 22nd ക്വസ്റ്റ്യൻ എന്താണ് ഇഫ് u by v is equal to w by p then u minus v by u plus v is equal to w minus p by w plus p. The process is called u by v is equal to w by p. അതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് u minus v by u plus p equal to w minus p by w plus p എന്നാണ്. u by v is equal to w by p യുടെ കമ്പോണന്റോ ആൻഡ് ഡിവിഡൻഡോ എടുത്തിട്ട് ഇൻവേർട്ട് ചെയ്തിരിക്കുന്നതാണല്ലോ. കമ്പോണന്റോ ആൻഡ് ഡിവിഡൻഡോ എടുക്കുമ്പോൾ എന്ത് വരും u plus v by u minus v is equal to w plus p by w minus p. അതിൻ്റെ ഇൻവേർട്ടൻ്റോ അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കമ്പോണൻ്റോ ആൻഡ് ഡിവിഡൻറ്റോടെ ഇൻവേർട്ടൻ്റോ ആണ് തന്നിരിക്കുന്നത്. അത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ ഇല്ല. അപ്പോൾ ആൻസർ എന്താണ് നൺ ഓഫ് ദീസ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. 23rd ക്വസ്റ്റ്യൻ എന്താണ് 12, 16, star 20 are in proportion then star is 12, 16, 20 are in proportion.
ഈ തന്നിരിക്കുന്നത് പ്രപ്പോർഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാറിന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. പ്രപ്പോർഷണൽ ആണെങ്കിൽ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മീൻസ്. ഇവിടെ എക്സ്ട്രീംസ് ഏതൊക്കെയാണ്? 12ഉം 20. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് എന്ന് പറയുമ്പോൾ 12 × 20 is equal to പ്രൊഡക്റ്റ് ഓഫ് മീൻസ്. ഇവിടുത്തെ മീൻസ് ഏതൊക്കെയാണ്? 16ഉം സ്റ്റാറുമാണ്. അപ്പോൾ 16 × സ്റ്റാർ എന്ന് വരും. ഇനി ഇതിൽ നിന്ന് സ്റ്റാർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്റ്റാർ ഈസ് ഈക്വൽ ടു എന്താണ്? 12 × 20 ഡിവൈഡഡ് ബൈ, ഇവിടെ സ്റ്റാറുമായിട്ട് 16 മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. അതുകൊണ്ട് തന്നെ 16 ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും. അപ്പോൾ 12 × 20 ഡിവൈഡഡ് ബൈ 16 ആകും. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. എങ്ങനെയാണ്? 4 × 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. 4 × 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 4 × 5 എന്ന് പറഞ്ഞത് 20 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 3 × 5 എത്രയാണ്? 15 ആയിരിക്കും ആൻസർ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. 24th question എന്താണ്? 4 star 9 13 and 1/2 are in proportion. Then star is എന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റാറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് പ്രപ്പോർഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാറിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എന്താണ് ചെയ്യേണ്ടത്? 23rd ക്വസ്റ്റ്യന്റെ സെയിം മെത്തേഡ്. പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മീൻസ്. ഇവിടെ എക്സ്ട്രീംസ് ഏതൊക്കെയാണ്? 4ഉം 13 and 1/2. 4 × 13 and 1/2നെ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്ത് വരും? 13 × 2 26. 26 + 1 27/2 is equal to product of means. ഇവിടെ മീൻസ് ഏതൊക്കെയാണ്? സ്റ്റാറും 9. അപ്പോൾ സ്റ്റാർ × 9. സ്റ്റാർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്റ്റാർ ഈസ് ഈക്വൽ ടു 4 × 27/2 ഡിവൈഡഡ് ബൈ 9. 2ഉം 4ഉം ക്യാൻസലായി. 2 × 27/9. 9 × 3 27 ആണ്. അപ്പം മിച്ചം എന്ത് വന്നു? 2 × 3 6 ആയിരിക്കും ആൻസർ. 24th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 6 ആണ്. The mean proportional between 1.4 grams and 5.6 grams. Mean proportional കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? B² = AC. B² = AC. B √AC. ഇവിടെ എയും സിയും അല്ലേ തന്നിരിക്കുന്നത്? 1.4ഉം 5.6ഉം ആണ് എയും സിയും. അപ്പം B² = 1.4 × 5.6. 4 × 5.6 7.84. 7.84. അപ്പോൾ ബി എന്തായിരിക്കും? √7.84. √7.84 എത്രയാണ്? 2.8. അപ്പോൾ 25th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2.8. ഓപ്ഷൻ ബി 2.8. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? If a/4 is equal to b/5 is equal to c/9, then a + b + c is. അപ്പോൾ എന്താണ്? a + b + c എന്നാണ് ന്യൂമറേറ്റർ. a + b + c എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അഡെൻഡോ ആണ് ഇവിടുത്തെ പ്രോപ്പർട്ടി. അപ്പോൾ എന്ത് വരും? അഡെൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടി എന്താണ്? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് ആഡ് ചെയ്യുക. അപ്പോൾ a/4 is equal to b/5 = c/9 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? a + b + c ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് 4 + 5 + 9. ഇത് എത്ര വരും? a + b + c ഡിവൈഡഡ് ബൈ 4 + 5 + 9. 4 + 5 9. 9 + 9 18. അപ്പോൾ a + b + c ഡിവൈഡഡ് ബൈ 18. നമുക്ക് വേണ്ടത് എന്താണ്? a + b + c ഡിവൈഡഡ് ബൈ c ആണ് വേണ്ടത്. അപ്പോൾ എന്താണ്? നമുക്കിതിനെ c/9 ഇക്വേറ്റ് ചെയ്യാം. അവിടെയല്ലേ c ഉള്ളത്, അതുകൊണ്ട് c/9 ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് വരും? 18 ഡിവൈഡഡ് ബൈ 9 is equal to a + b + c ഡിവൈഡഡ് ബൈ c. 18 ഡിവൈഡഡ് ബൈ 9 എത്രയാണ്? 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? അപ്പോൾ a + b + c ഡിവൈഡഡ് ബൈ c എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? 2. അതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി. അടുത്ത 27th ക്വസ്റ്റ്യൻ. 27th ക്വസ്റ്റ്യൻ എന്താണ്? 2 numbers are in the ratio 3:4. If 6 be added to each terms of the ratio, the new ratio will be 4:5. Then the numbers are. എന്താണ്? രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. 3:4 നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. ഇനി രണ്ട് നമ്പേഴ്സിനെയും 6 ആഡ് ചെയ്തപ്പോൾ റേഷ്യോ 4/5 ആയി. Then find the numbers
ദെൻ ഫൈൻഡ് ദ നമ്പേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്, രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. രണ്ട് നമ്പേഴ്സിൻ്റെ 6 ആഡ് ചെയ്തപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 3/4 എന്ന് പറഞ്ഞ റേഷ്യോ 4/5 എന്നായി. നമുക്ക് ഓപ്ഷൻസ് വെച്ച് നോക്കാമല്ലോ. ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന എന്താണ്, നമ്പേഴ്സാണ്. ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 3:4 ആണോ നോക്കാം. 6 ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റേഷ്യോ 4:5 ആകുമോ എന്ന് നോക്കാം. അങ്ങനെ ആകുന്ന ഏത് ഓപ്ഷനാണോ അതായിരിക്കും എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. എന്താണ്, 14ഉം 20. 14ഉം 20 തമ്മിലുള്ള റേഷ്യോ എത്രയാണ്, 14/20. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ്, 2 വെച്ച് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 7/10 എന്ന് വരും. നമുക്ക് വേണ്ട റേഷ്യോ ഏതാണ്, 3/4 ആണ്. അപ്പോൾ ഈ നമ്പർ അല്ല, അപ്പോൾ ഓപ്ഷൻ എ അല്ല. അടുത്ത ഓപ്ഷൻ 17ഉം 19 ആണ്. ഇത് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്, 17/19. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ, നമുക്ക് വേണ്ട റേഷ്യോ 3/4 ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. അടുത്ത ഓപ്ഷൻ എന്താണ്, 18ഉം 24. ഓപ്ഷൻ സി 18, 24. ഇതിൻ്റെ റേഷ്യോ എത്രയാണ്, 18/24. എന്താണ്, 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും, 9/24/2 12. 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3 × 3 9, 4 × 3 12, 3/4. അപ്പോൾ ഓപ്ഷൻ സിയുടെ റേഷ്യോ 3/4 ആണ്. അപ്പോൾ ഓപ്ഷൻ സി റേഷ്യോ സെയിം ആയി, നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ സെയിം ആയി. ഇനി എന്താ നോക്കണ്ടേ, ഈ നമ്പേഴ്സ് 6 ആഡ് ചെയ്ത് കഴിയുമ്പോൾ റേഷ്യോ 4/5 ആണോ എന്ന് നോക്കണം. 18 + 6 ഡിവൈഡഡ് ബൈ 24 + 6 is equal to 10 + 6 24 divided by 24 + 6 30. 24/30 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 6 വെച്ച് ക്യാൻസൽ ചെയ്യാമല്ലോ. എന്താണ്, 6 × 4 24, 6 × 5 30, 4/5. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 6 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റേഷ്യോ 4/5 ആണ്. നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 3/4 ആണ്. ഇത് തന്നെയല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി 1824 ആയിരിക്കും ആൻസർ. ഇനി നോർമൽ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അവിടെ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. അപ്പോൾ നമുക്ക് നമ്പേഴ്സിനെ 3x എന്നും 4x എന്നും അസ്യൂം ചെയ്യാമല്ലോ. അപ്പോൾ നമ്പേഴ്സ് 3x-ഉം 4x-ഉം. ഇനി എന്താണ്, ഫസ്റ്റിൽ 6 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള റേഷ്യോ 4/5 ആണ്. അപ്പോൾ എന്താണ്, 3x + 6 ഡിവൈഡഡ് ബൈ 4x + 6 എന്നുള്ളത് 4/5 ആണ്. ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും, 3x + 6 × 5 is equal to 4 × 4x + 6. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, 5 × 3x. അപ്പോൾ എത്രയാണ്, 15x + 6 × 5 30 is equal to 4 × 4x 16x + 4 × 6 24. ഇനി ലൈക്ക് ടേംസ് ഒന്നിച്ച് കൊണ്ടുവരാമല്ലോ. എക്സ്ട്രാ ടേംസ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും, 15x - 16x is equal to 24 - 30. 15x - 16x എന്താണ്, -x is equal to 24 - 30 - 6. രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്, 6 എന്ന് പറഞ്ഞാൽ 6 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും, നമ്മൾ അസ്യൂം ചെയ്തത് 3x എന്നും 4x എന്നുമാണ്. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്, 3 × 6. 3 × 6 എത്രയായിരിക്കും, 18. ഇനി 4 × 6 24. 18 × 24 ആയിരിക്കും നമ്പേഴ്സ്. അടുത്തത് 28th ക്വസ്റ്റ്യൻ എന്താണ്, if a/4 is equal to b/5 then ഇത് ഓപ്ഷൻസിനകത്ത് ഏത് വരുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്, ഇവിടെ അഡീഷനും ഉണ്ട് സബ്ട്രാക്ഷനും ഉണ്ട്. അഡീഷനും സബ്ട്രാക്ഷനും വരുന്നത് ഏതിനാണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്തിട്ടുമുണ്ട്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏതിനാണ് വരുന്നത്, കമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ എന്ന പ്രോസസ്സാണ്. കമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ വരുമ്പോൾ എന്താണ് ശരിക്കും വരുന്നത്, a + 4 by a - 4 is equal to b + 5 by b - 5. കമ്പോണൻറ്റ് ആൻഡ് ഡിവിഡൻറ്റ് വരുമ്പോൾ എന്താണ്, ന്യൂമറേറ്റർ + ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ - ഡിനോമിനേറ്റർ is equal to ന്യൂമറേറ്റർ + ഡിനോമിനേറ്റർ ബൈ ന്യൂമറേറ്റർ - ഡിനോമിനേറ്റർ ആണ് കമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ എന്ന പ്രോസസ്സ്. ഇതിലേതാണ് ഓപ്ഷൻ ബി, a + 4 by a - 4 is equal to b + 5 by b - 5 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും
കറക്റ്റ്. അപ്പോൾ 28th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. If a is to b is equal to 4:1, then root of a by b plus root of b by a is. എന്താണ് തന്നിരിക്കുന്നത്? a is to b എന്ന് പറഞ്ഞാൽ 4:1. അപ്പോൾ a by b എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/1 ആയിരിക്കും. a by b നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? റൂട്ട് ഓഫ് a by b എന്താണ്? 4/1 പ്ലസ് റൂട്ട് ഓഫ് b by a എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഇൻവേർട്ടൻറ്റോ എന്ത് വരും? 1/4. എന്താണ് 1/4? എന്ത് വരും? റൂട്ട് ഓഫ് 4/1 എന്ന് പറഞ്ഞാൽ 4ന്റെ റൂട്ട് 2 പ്ലസ് റൂട്ട് ഓഫ് 1/4 1ന്റെ റൂട്ട് എന്താണ്? 1 4ന്റെ റൂട്ട് 2 അപ്പോൾ 1/2 2 പ്ലസ് 1/2 എത്രയാണ്? 2 × 2 4 4 പ്ലസ് 1 5/2. ആൻസർ 5/2 ആയിരിക്കും. 29th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 5/2 ആയിരിക്കും. അടുത്ത 30th ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എക്സ് ബൈ ബി പ്ലസ് സി മൈനസ് എ ഇസ് ഇക്വൽ ടു വൈ ബൈ സി പ്ലസ് എ മൈനസ് ബി ഇസ് ഇക്വൽ ടു ഇസഡ് ബൈ എ പ്ലസ് ബി മൈനസ് സി, ദെൻ ബി മൈനസ് സി എക്സ് പ്ലസ് സി മൈനസ് എ വൈ പ്ലസ് എ മൈനസ് ബി ഇസഡ് ഈസ്. എന്താണ്? എക്സ് ബൈ ബി പ്ലസ് സി മൈനസ് എ ഇസ് ഇക്വൽ ടു വൈ ബൈ സി പ്ലസ് എ മൈനസ് ബി ഇസ് ഇക്വൽ ടു ഇസഡ് ബൈ എ പ്ലസ് ബി മൈനസ് സി എന്നാണ് തന്നിരിക്കുന്നത്. ഇതെല്ലാം ഈക്വൽ അല്ലേ? നമുക്ക് ഇതിനെ ഒരു കോൺസ്റ്റന്റിനോട് ഇക്വേറ്റ് ചെയ്യാം. ആ കോൺസ്റ്റന്റിനെ നമുക്ക് കെ എന്ന് വിളിക്കാം. അപ്പോൾ ഈസ് ഇക്വൽ ടു കെ. അപ്പോൾ എന്ത് വരും? എക്സ് ബൈ ബി പ്ലസ് സി മൈനസ് എ ഇസ് ഇക്വൽ ടു കെയോട് ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇവിടെ നിന്ന് എക്സ് എന്ത് കിട്ടും? എക്സ് ഈസ് ഇക്വൽ ടു കെ ഇൻറ്റു ബി പ്ലസ് സി മൈനസ് എ. അതുപോലെ ഓരോ ടേംസും നമുക്ക് കെയോട് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ്? വൈ ബൈ സി പ്ലസ് എ മൈനസ് ബി ഇസ് ഇക്വൽ ടു കെ. അവിടുന്ന് നമുക്ക് വൈ ഇസ് ഇക്വൽ ടു എന്ന് എഴുതാമല്ലോ. എന്താണ്? കെ ഇൻറ്റു സി പ്ലസ് എ മൈനസ് ബി. ഇനി ഇസഡ് ബൈ എ പ്ലസ് ബി മൈനസ് സി ഇസ് ഇക്വൽ ടു കെ. ഇവിടുന്ന് ഇസഡ് ഇസ് ഇക്വൽ ടു എന്ന് എഴുതാമല്ലോ. എന്താണ്? കെ ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി. നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കെയുടെ ടേംസ് കിട്ടി. അതെടുത്ത് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ എന്ത് വരും? മൈനസ് സി ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഇൻറ്റു ബി പ്ലസ് സി മൈനസ് എ പ്ലസ് സി മൈനസ് എ ഇൻറ്റു വൈ എന്താണ്? കെ ഇൻറ്റു സി പ്ലസ് എ. കെ ഇൻറ്റു സി പ്ലസ് എ മൈനസ് ബി പ്ലസ് എ മൈനസ് ബി ഇൻറ്റു ഇസഡ്. ഇസഡ് എന്താണ്? കെ ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി. എ പ്ലസ് ബി മൈനസ് സി. ഇത് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ബി മൈനസ് സി ഇൻറ്റു കെ. അപ്പം എന്ത് വരും? ബി ഇൻറ്റു കെ ബി കെ മൈനസ് സി ഇൻറ്റു കെ സി കെ ഇൻറ്റു ബി പ്ലസ് സി മൈനസ് എ പ്ലസ് C into K C K minus A into K A K into C plus A minus B plus A into K A K minus B into K B K into A plus B B minus C. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ബി കെ ഇൻറ്റു ബി. അപ്പം ബി സ്ക്വയർ കെ മൈനസ് ബി കെ ഇൻറ്റു സി. അപ്പം ബി കെ സി പ്ലസ് ബി കെ ഇൻറ്റു സി ബി കെ ഇൻറ്റു മൈനസ് എ മൈനസ് ബി കെ എ മൈനസ് സി കെ ഇൻറ്റു ബി മൈനസ് സി കെ ഇൻറ്റു സി. അപ്പം എന്താണ്? മൈനസ് സി സ്ക്വയർ കെ സി കെ ഇൻറ്റു മൈനസ് എ പ്ലസ് സി കെ എ പ്ലസ് സി കെ ഇൻറ്റു സി സി സ്ക്വയർ കെ സി കെ ഇൻറ്റു എ സി കെ എ സി കെ ഇൻറ്റു മൈനസ് ബി മൈനസ് സി കെ ബി മൈനസ് എ കെ ഇൻറ്റു സി മൈനസ് എ കെ സി മൈനസ് എ കെ ഇൻറ്റു എ മൈനസ് എ സ്ക്വയർ കെ minus ak into minus b plus akb into a square k ak into b plus akb ak into minus c akc minus
bk into a bk a minus bk into b minus b square k minus bk into minus c plus bk c. വരും b square k മൈനസ് ബി സ്ക്വയർ കെ ക്യാൻസൽ ആകും. പിന്നെന്താണ് ബി കെ സി മൈനസ് ബി കെ സി മൈനസ് ബി കെ എ പ്ലസ് ബി കെ എ മൈനസ് സി സ്ക്വയർ കെ പ്ലസ് സി സ്ക്വയർ കെ സി കെ എ minus ckA minus ckA minus ckb plus ckb minus ckb plus ckb square k plus a square k akb minus akb cancel ആയി മിച്ചം എന്താണ് 0. ആൻസർ എന്ത് വരും 0. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സസൈസ് 1B ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. താങ്ക് യു.